Dear students, negotiable instruments എന്നുള്ള മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. As we know, negotiable instruments are written document which is freely transferable. ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് എക്സെട്ര. ഇതിൽ പ്രോമിസറി നോട്ടിനെ കുറിച്ചും ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെക്കിനെ കുറിച്ചാണ്. ചെക്ക് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഓർഡേഴ്സ് എ ബാങ്ക് ടു പേ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ഫ്രം വൺ പേഴ്സൺസ് അക്കൗണ്ട് ടു ദി പേഴ്സൺ ഇൻ ഹൂസ് നെയിം ഇൻ ദിസ് ചെക്ക് ഹാസ് ബീൻ ഇഷ്യൂഡ്. ഒരു പേഴ്സൻ്റെ അക്കൗണ്ടിലുള്ള എമൗണ്ട് മറ്റൊരു പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ചെക്ക്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഫീച്ചേഴ്സ് എല്ലാം ചെക്കിനും ബാധകമാണ്. ചെക്കിൻ്റെ മേജറായിട്ടുള്ള ഫീച്ചേഴ്സ്: ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ ഓർഡർ ടു പേ. അതിന് പുറമേ ആയിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് ഇറ്റ് ഓൾവേസ് പേ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് ബേസിലാണ് ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ആ സമയത്താണ് നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത്. എപ്പോഴാണോ കസ്റ്റമർ ക്യാഷ് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ബാങ്ക് പണം നൽകുന്നതാണ്. ദെൻ നോ നീഡ് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി. ചെക്കിന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ആവശ്യമില്ല. ദെൻ വാലിഡിറ്റി. ചെക്കിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള 3 മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി. ആ 3 മാസത്തിനുള്ളിൽ നമ്മൾ ഈ ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ ചെക്ക് ഇൻവാലിഡ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പാർട്ടീസ് ഓഫ് ചെക്കാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനും പ്രൊമിസറി നോട്ടിൻ്റെ കേസിലും നമ്മൾ പറഞ്ഞ പോലെ ചെക്കിൻ്റെ കേസിലും 3 പാർട്ടീസാണുള്ളത്: ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ഡ്രോയർ ഈസ് ദ പേഴ്സൺ ഹു ഡ്രോസ് ഓർ മേക്സ് എ ചെക്ക്. ആരാണോ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ആ പേഴ്സണ് പറയുന്ന പേരാണ് ഡ്രോയർ. ദി ഡ്രോയി ഈസ് ദി സ്പെസിഫൈഡ് ബാങ്കർ ഹു ഹാസ് ബീൻ ഡയറക്റ്റഡ് ബൈ ദി ഡ്രോയർ ടു പേ ദി എമൗണ്ട് സ്പെസിഫൈഡ് ഇൻ ദി ചെക്ക്. ഡ്രോയി ഈസ് ദി പേഴ്സൺ ഹു ഈസ് ഡയറക്റ്റഡ് ടു പേ. ചെക്കിൻ്റെ കേസിൽ നോർമലി ബാങ്ക് വഴിയാണ് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതും ഫണ്ട് കളക്ട് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ചെക്കിൻ്റെ കേസിൽ ബാങ്ക് ആയിരിക്കും ഡ്രോയി. ദെൻ പേയ്. പേയ് ഈസ് ദി പേഴ്സൺ ടു ഹൂം ദ പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ചെക്ക്. ചെക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബിയറർ ചെക്ക്. എ ചെക്ക് വിച്ച് ഈസ് പേയബിൾ ടു ദി ബിയറർ. നെയിം ഓഫ് പേയി നോട്ട് മെൻഷൻഡ്. ആർക്കാണോ ഈ എമൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ആ പേഴ്സൻ്റെ പേര്, അതായത് പേയുടെ പേര് ഈ ചെക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം ചെക്കിനെ പറയുന്ന പേരാണ് ബിയറർ ചെക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെക്ക് ആർക്ക് വേണമെങ്കിലും കൈവശം വെക്കാവുന്നതാണ്. സെക്കൻഡ് വൺ, ഓർഡർ ചെക്ക്. പേയുടെ പേര് ഈ ചെക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ചെക്കിനെ പറയുന്ന പേരാണ് ഓർഡർ ചെക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെക്ക് പേയ്ക്ക് മാത്രമേ കൈവശം വെക്കാനുള്ള റൈറ്റ് ഉള്ളൂ. ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്. തേർഡ് വൺ, MICR ചെക്ക്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ചെക്ക്. MICR ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ചെക്കുകളാണ് MICR ചെക്ക് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ഫോർത്ത് വൺ, ഓപ്പൺ ചെക്ക്. ഓൺ ഓപ്പൺ ചെക്ക് ക്യാഷ് ഈസ് അവൈലബിൾ ഓവർ ദി ബാങ്ക്. ഒരു ചെക്ക് നമുക്ക് ബാങ്കിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ചെക്കുകളെയാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. ദെൻ ക്ലോസ്ഡ് ചെക്ക്. അണ്ടർ ദിസ് ചെക്ക് ക്യാൻ ഓൺലി ബി ക്രെഡിറ്റഡ് ടു ദി അക്കൗണ്ട് ഓഫ് പേ. ക്ലോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത് ഒരു ചെക്കിൻ്റെ ഫേസിൽ പാരലായിട്ട് 2 ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ചെക്കുകളാണ് ക്ലോസ്ഡ് ചെക്ക്. ഇങ്ങനെയുള്ള ചെക്കുകൾ ഒരിക്കലും നമുക്ക് ബാങ്കിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം ചെക്കുകൾ ഡയറക്റ്റായിട്ട് പേയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാവുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ ചെക്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ക്ലോസ്ഡ് ചെക്ക്. ദെൻ ആൻറ്റി ഡേറ്റഡ് ചെക്ക്.
ഇറ്റ് ബിയേഴ്സ് എ ഡേറ്റ് പ്രിയർ ടു ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി ചെക്ക്. ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിനേക്കാൾ മുന്നുള്ള ഡേറ്റാണ് അതിൽ ബിയർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത്തരം ചെക്കുകളെയാണ് നമ്മൾ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 15th ജാനുവരിക്കാണ് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തതെങ്കിൽ അതിൽ കാണിച്ചിട്ടുള്ള ഡേറ്റ് ഒരു 5th ജാനുവരി ആണെങ്കിൽ അത്രയും ചെക്കുകളാണ് നമ്മൾ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ഇത് വാലിഡ് ആണ്. 7th വൺ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ചെക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റിനേക്കാൾ ശേഷമുള്ള ഡേറ്റാണ് ആ ചെക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ചെക്ക് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ ഡ്രോൺ ചെയ്തത് 15th മാർച്ചിനാണ്, അതിൽ കാണിച്ചിട്ടുള്ള ഡേറ്റ് 30th മാർച്ച് ആണെങ്കിൽ ഇത്തരം ചെക്കുകളാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെയിൽ ചെക്ക്. If a check is not presented for payment within a reasonable period after the date of issue, it is called stale check. സാധാരണ നമ്മൾ 3 മാസമാണ് ചെക്കിൻ്റെ പീരീഡായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ 3 മാസത്തിന് ശേഷമാണ് നമ്മൾ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം ചെക്കുകളാണ് സ്റ്റീൽ ചെക്ക് എന്ന് പറയുന്നത്. ഇതൊരിക്കലും വാലിഡ് ആയിട്ടുള്ളൊരു ചെക്കല്ല. 9th വൺ മൾട്ടിലേറ്റഡ് ചെക്ക്. It is a check which is torn into 2 or more pieces in such a way that its content are not readable by banker. 2 or 3 പീസസ് ആയിട്ടുള്ള ഒരു ചെക്കിൻ്റെ ഫോമിനെയാണ് നമ്മൾ മൾട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ഇത്തരം ചെക്കുകൾ ഒരിക്കലും ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. 10th വൺ ഇലക്ട്രോണിക് ചെക്ക്. ഒരു ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഫോമിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ചെക്ക് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഫസ്റ്റ് പോയിന്റ്, ചെക്സ് ആർ ഇൻ പ്രിൻറ്റഡ് ഫോം. നോർമലി പ്രിൻറ്റഡ് ഫോമിലാണ് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നീഡ് നോട്ട് ബി പ്രിൻറ്റഡ് ഫോം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിൻറ്റഡ് ഫോമിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഇൻ ദി കേസ് ഓഫ് ചെക്ക്, ഡ്രോയി മസ്റ്റ് ബി എ സ്പെസിഫൈഡ് ബാങ്കർ. നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്കിൻ്റെ ചെക്കിൻ്റെ കേസിൽ നമ്മൾ ബാങ്ക് വഴിയാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പെസിഫൈഡ് ബാങ്കർ ആയിരിക്കും ചെക്കിൻ്റെ കേസിൽ ഡ്രോയി ആയിട്ടുള്ളത്. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഏത് പേഴ്സൺ വേണമെങ്കിലും ഡ്രോയി ആയിട്ട് നിൽക്കാം. തേർഡ് പോയിന്റ്, ചെക്സ് ആർ നീഡ് നോട്ട് ബി ആക്സെപ്റ്റഡ്. ചെക്ക് ഇഷ്യൂ ചെയ്യുന്നെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ ക്രെഡിറ്ററാണ് ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെപ്റ്റർ നിർബന്ധമായിട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഫോർത്ത് പോയിന്റ്, ഡേയ്സ് ഓഫ് ഗ്രേസ് ആർ അലൗഡ്. ചെക്കിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു 3 മാസമാണ് അതിൻ്റെ വാലിഡിറ്റി. അതിന് പുറമെ ഒരു 3 ദിവസം ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞിട്ട് അനുവദിക്കുന്നുണ്ട്. ആ 3 ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ ആ ചെക്കിൻ്റെ വാലിഡിറ്റി ഇല്ലാതാവുന്നുള്ളൂ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ അങ്ങനെയുള്ള യാതൊരുവിധ ഡേയ്സ് ഓഫ് ഗ്രേസും അനുവദിക്കുന്നില്ല. ചെക്ക് ക്യാൻ ബി ക്രോസ്ഡ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെക്ക് നമുക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസിൽ പാരലായിട്ടുള്ള 2 ലൈൻ വരയ്ക്കാം. അങ്ങനെയുള്ള ചെക്കുകൾ ഒരിക്കലും നമുക്ക് ബാങ്കിൽ പോയിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ചെക്കുകളിലെ എമൗണ്ട് ഡയറക്റ്റായിട്ട് പേയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ ഒരിക്കലും അത് ക്രോസ് ചെയ്യാൻ സാധിക്കില്ല. ഇൻ കേസ് ഓഫ് ചെക്ക്, പേയ്മെൻറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് ഓൺ ദി റെസിപ്റ്റ് ഓഫ് നോട്ടീസ് ഓഫ് ഡെത്ത്, ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് ഡ്രോയർ. ഡ്രോയറുടെ ഡെത്ത്, ഇൻസോൾവൻസി, ഇൻസാനിറ്റി ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാം. ബട്ട് ഇൻ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് നീഡ് നോട്ട് ബി സ്റ്റോപ്പ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ അത് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നില്ല. ലാസ്റ്റ് പോയിന്റ്, ഇൻ കേസ് ഓഫ് ചെക്ക് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി സ്റ്റാമ്പ്ഡ്. ബട്ട് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നിർബന്ധമായിട്ട് സ്റ്റാമ്പ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷെ ചെക്കിൻ്റെ കേസിൽ അത് സ്റ്റാമ്പ് ചെയ്യപ്പെടേണ്ടതില്ല. നെക്സ്റ്റ് ടേം ആണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്.
A negotiable instrument can be transferred from one person to another. Any person who acquires the title to the instrument bona fide and for value is called holder in due course. നമ്മൾ പറഞ്ഞു ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന നമ്മൾ പറഞ്ഞു ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആരാണോ ആ ഇൻസ്ട്രുമെൻ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ അക്വയർ ചെയ്യുന്നത് ആ പേഴ്സണിനെ പറയുന്ന പേരാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. നെക്സ്റ്റ് ടേമാണ് ക്രോസിംഗ് ഓഫ് ചെക്ക്. ക്രോസിംഗ് എന്താണെന്ന് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു ചെക്കിൻ്റെ ഫേസിൽ പാരലായിട്ടുള്ള 2 ലൈൻസ് വരക്കുന്നതിനാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. പാരലായിട്ട് വരക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ആൻഡ് കമ്പനി, നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേയി എന്ന് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാതിരിക്കാം. ദെൻ ടൈപ്സ് ഓഫ് ക്രോസിംഗ്. ഫസ്റ്റ് വൺ ജനറൽ ക്രോസിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് കമ്പനി, നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേയി ഇങ്ങനെയുള്ള വേർഡ്സ് മെൻഷൻ ചെയ്തുകൊണ്ടോ ചെയ്യാതെയോ 2 പാരലായിട്ടുള്ള ലൈന് ചെക്കിൻ്റെ ഫേസിൽ ഡ്രോ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ജനറൽ ക്രോസിംഗ്. സെക്കൻഡ് വൺ സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ കേസിൽ ചില ബാങ്കറുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് എന്നിങ്ങനെ ചില ബാങ്കുകളുടെ പേര് നമ്മൾ ചെക്കിൻ്റെ ഫേസിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇത്തരം കേസിൽ പാരലായിട്ട് നമ്മൾ 2 ലൈൻ വരക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ സ്പെഷ്യൽ ക്രോസിങ്ങിൽ ആൻഡ് കമ്പനി എന്നുള്ള വേർഡ് ഒരിക്കലും കൊടുക്കാറില്ല. ജനറൽ ക്രോസിങ്ങിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളതാണ് സ്പെഷ്യൽ ക്രോസിങ്. ദെൻ മറ്റൊരു ടേമാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്. പേരിലുള്ള പോലെ തന്നെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള വേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിങ്. ഈ ഒരു ടൈപ്പ് ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചെക്ക് ഒരിക്കലും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തരം ചെക്കുകൾ നമുക്കൊരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ദെൻ അക്കൗണ്ട് പേ ക്രോസിംഗ്. അക്കൗണ്ട് പേ എന്നുള്ള വേർഡ് ക്രോസ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അക്കൗണ്ട് പേ ക്രോസിംഗ്. ഈ ഒരു ടൈപ്പ് ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെക്കിൽ പറയപ്പെടുന്ന എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് പേയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ടൈപ്പ് ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ടു ദി ബാങ്കർ ടു ക്രെഡിറ്റ് ദി എമൗണ്ട് ടു ദി അക്കൗണ്ട് ഓഫ് പേ. പേയുടെ അക്കൗണ്ടിലേക്ക് ഇത്ര എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടൈപ്പ് ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡബിൾ ക്രോസിംഗ്. ഓൾറെഡി ക്രോസ് ചെയ്ത ചെക്ക് വീണ്ടും ക്രോസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡബിൾ ക്രോസിംഗ്. ഇറ്റ് മീൻസ് എ ക്രോസ്ഡ് ചെക്ക് ക്യാൻ ബി ക്രോസ്ഡ് അഗെയിൻ. ദെൻ ക്യാൻസലിംഗ് ഓഫ് ചെക്ക്. ഇതുവരെ നമ്മൾ ക്രോസിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇനി ക്രോസ് ചെയ്ത ചെക്ക് നമുക്ക് എങ്ങനെ അതിൻ്റെ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാം, ഓർ ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്. Drawer can cancel by writing pay cash across the check and by putting his signature. ഒരു ഡ്രോയർക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്ത ചെക്കിനെ ഓപ്പൺ ചെയ്യാം. ചെക്കിൽ പേ ക്യാഷ് എന്ന് പറഞ്ഞ് അതിൽ സൈൻ ചെയ്താൽ ആ ക്രോസിംഗ് ക്യാൻസൽ ആവുന്നതാണ്. പക്ഷേ ഹോൾഡർക്ക് ആ ചെക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ബിൽസ്. ടൈപ്സ് ഓഫ് ബിൽസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. ഫസ്റ്റ് വൺ ബിയറർ ആൻഡ് ഓർഡർ ഇൻസ്ട്രുമെൻറ്റ്. ബിയറർ ഇൻസ്ട്രുമെൻറ്റ്സ് ഇറ്റ് ഈസ് പേയബിൾ ടു എനി പേഴ്സൺ ഹു ഈസ് ഇൻ പൊസിഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ആരെ കയ്യിലാണോ ആ ഇൻസ്ട്രുമെൻ്റ് ഉള്ളത് അയാളിലേക്കാണ് പേയ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് ബിയറർ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ബിയറർ ചെക്ക് ആണെങ്കിൽ ആരുടെ കയ്യിലാണോ ആ ചെക്ക് ഉള്ളത് അയാളിലേക്കാണ് ചെക്കിൽ പറയപ്പെടുന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അത്രയും ചെക്കിനെയാണ് പറയുന്ന പേരാണ് ബിയറർ ചെക്ക്. ദെൻ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ് പേബിൾ ടു എ സ്പെസിഫിക് പേഴ്സൺ ഹൂസ് നെയിം ഈസ് അപ്പിയറിംഗ് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റിൽ പറയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓർഡർ ഇൻസ്ട്രുമെൻറ്റ്. സെക്കൻഡ് വൺ ഇൻലാൻഡ് ആൻഡ് ഫോറിൻ ഇൻസ്ട്രുമെൻറ്റ്. കോൺട്രാക്റ്റിൽ പറയപ്പെടുന്ന പാർട്ടീസ് എല്ലാവരും
സെയിം കൺട്രിയിലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻലാൻഡ് ഇൻസ്ട്രുമെൻറ്റ്. കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് ഡിഫറെൻറ്റ് കൺട്രീസിലാണ് ബിലോങ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഫോറിൻ ഇൻസ്ട്രുമെൻറ്റ്സ്. തേർഡ് വൺ, ഡിമാൻഡ് ആൻഡ് ടൈം ഇൻസ്ട്രുമെൻറ്റ്. If instruments payable after a specific date, then it is called time instrument. ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു സ്പെസിഫിക് ഡേറ്റിന് ശേഷം മാത്രമാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ടൈം ഇൻസ്ട്രുമെൻറ്റ്. പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്താണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതാണ് ഡിമാൻഡ് ഇൻസ്ട്രുമെൻറ്റ്. ദെൻ ജെന്യുയിൻ ട്രേഡ് ബിൽ ആൻഡ് അക്കോമഡേഷൻ ബിൽ. ജെന്യുയിൻ ട്രേഡ് ബിൽ, ഇൻസ്ട്രുമെൻറ്റ് ഡ്രോൺ, ആക്സെപ്റ്റഡ് ഓർ എൻഡോസ്ഡ് ഫോർ കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഡ്രോൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡോസ് ചെയ്യുന്നത് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ജെന്യുയിൻ ട്രേഡ് ബിൽ. ദെൻ അക്കോമഡേഷൻ ബിൽ ഓർ കൈറ്റ് ബിൽ. ഇൻസ്ട്രുമെൻറ്റ് ഡ്രോൺ, ആക്സെപ്റ്റഡ് ഓർ എൻഡോസ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ. മറ്റൊരു കൺസിഡറേഷൻ എക്സ്പെക്ട് ചെയ്യാതെ, മറ്റൊരു ബെനിഫിറ്റും എക്സ്പെക്ട് ചെയ്യാതെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഡ്രോൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡോസ് ചെയ്യുന്നത് എങ്കിൽ അതിന് പറയുന്ന പേരാണ് അക്കോമഡേഷൻ ബില്ല്. ദെൻ ഫിക്റ്റീഷ്യസ് ബില്ല്. നെയിം ഓഫ് പാർട്ടി ഈസ് ഫിക്റ്റീഷ്യസ് ഇൻ ദി ബിൽ. ദെൻ ഡോക്യുമെൻ്ററി ബിൽ ആൻഡ് ക്ലീൻ ബിൽ. ഡോക്യുമെൻ്ററി ബിൽ, ബിൽ അക്കമ്പനീഡ് ബൈ ട്രേഡ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ഇൻവോയ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ കൂടെ ഇൻവോയ്സ് പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഇൻസ്ട്രുമെൻസിനെ പറയുന്ന പേരാണ് ഡോക്യുമെൻ്ററി ബിൽ ഓർ ഡോക്യുമെൻ്ററി ഇൻസ്ട്രുമെൻറ്റ്സ്. ക്ലീൻ ബിൽ, ബിൽ വിത്തൗട്ട് അക്കമ്പനിയിങ് ട്രേഡ് ഡോക്യുമെൻറ്റ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ കൂടെ മറ്റൊരു ട്രേഡ് ഡോക്യുമെൻറ്റ്സും അറ്റാച്ച് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് ക്ലീൻ ബിൽ എന്ന് പറയുന്നത്. സെവൻത്ത് വൺ, എസ്ക്രോ. Negotiable instrument delivered conditionally or for special purpose as a collateral security, not for transferring property therein. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഒരു കണ്ടീഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കൊലാറ്ററൽ സെക്യൂരിറ്റി ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ, ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് എസ്ക്രോ. ലാസ്റ്റ് വൺ, ഇൻകോയേറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻകോയേറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏരിയയാണ് ഡ്രാഫ്റ്റ്. എ ബാങ്ക് ഇഷ്യൂ DD ടു എ ക്ലയൻറ്റ് ഡയറക്റ്റിംഗ് അനദർ ബാങ്ക് ഓർ വൺ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ് ടു പേ എ സർട്ടൺ സം ഓഫ് മണി ടു എ സ്പെസിഫൈഡ് പാർട്ടി. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക് ഒരു കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ്. ഈ ഡോക്യുമെൻ്റ് യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു ബാങ്കിലോ അല്ലെങ്കിൽ ഇതേ ബാങ്കിൻ്റെ മറ്റൊരു ബ്രാഞ്ചിലോ ഈ കസ്റ്റമർക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അവർക്ക് കിട്ടേണ്ട എമൗണ്ട് ആ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഈ ബാങ്കിൻ്റെ മറ്റൊരു ബ്രാഞ്ചിലോ പോയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ചെക്ക് ആൻഡ് ഡ്രാഫ്റ്റ്. ചെക്സ് ആർ ഇഷ്യൂഡ് ബൈ കസ്റ്റമർ ഓഫ് എ ബാങ്ക്. ബാങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഏതെങ്കിലും ഒരു കസ്റ്റമറാണ് ചെക്ക് സാധാരണ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ബാങ്കാണ്. മറ്റൊരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അതേ ബാങ്കിൻ്റെ മറ്റൊരു ബ്രാഞ്ചിൽ നിന്നോ കസ്റ്റമർക്ക് ക്യാഷ് ആക്സസ് ചെയ്യാവുന്ന ഫെസിലിറ്റി നൽകുന്ന ഒരു ഓപ്ഷനാണ് ഡ്രാഫ്റ്റ്. ദെൻ ഇൻ ദ കേസ് ഓഫ് ചെക്ക്, ഡ്രോയർ ആൻഡ് ഡ്രോയി ആർ ഡിഫറെൻറ്റ് പേഴ്സൺ. ചെക്കിൻ്റെ കേസിൽ ഡ്രോയറും ഡ്രോയും ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. ഡ്രോയർ എന്ന് പറയുന്നത് ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ആളാണ്. ഡ്രോയി എന്ന് പറയുന്നത് ബാങ്കാണ്. പക്ഷേ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ ഡ്രോയറും ഡ്രോയും സെയിം ബാങ്കാണ്. ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നതും ബാങ്കാണ്. ബാങ്കിലൂടെ തന്നെയാണ് നമ്മൾ ആ ക്യാഷ് അവൈൽ ചെയ്യുന്നതും. തേർഡ്, ഡിസോണേർഡ് ഇൻ കേസ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ്. ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആണെങ്കിൽ ആ ചെക്ക് ഡിസോണറാണ്. പക്ഷേ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ അങ്ങനൊരു പോസിബിലിറ്റി ഇല്ല. ദെൻ പേയ്മെൻറ്റ് ക്യാൻ ബി സ്റ്റോപ്പ്ഡ് ബൈ ദി ഡ്രോയർ. ഡ്രോയർക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ അത് സാധിക്കില്ല. ദെൻ പേയബിൾ ഏതർ ടു ബിയറർ ഓർ ഓർഡർ. കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഓർഡർ ആയിട്ടോ നമുക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാം. ഡ്രാഫ്റ്റ് നോർമലി പേയബിൾ ടു ഓർഡർ ഓഫ് എ സർട്ടൺ പേഴ്സൺ. നെക്സ്റ്റ് ഏരിയയാണ് എൻഡോസ്മെൻറ്റ്.
Endorsement is signing on the back of instrument for the purpose of transferring it to others by the drawer or the holder of the instrument. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ഒരു തേർഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ഹോൾഡർ സൈൻ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോഴ്സ്മെൻറ്റ്. ദെൻ റിക്വസൈറ്റ്സ് ഓഫ് എ വാലിഡ് എൻഡോഴ്സ്മെൻറ്റ്. ഫസ്റ്റ് വൺ, സിഗ്നേച്ചർ ഓഫ് എൻഡോഴ്സർ. ഒരു എൻഡോഴ്സ്മെൻറ്റിലുള്ള രണ്ട് പാർട്ടീസാണ്, ഒന്ന് എൻഡോഴ്സറും ഒന്ന് എൻഡോസിയും. ആരാണോ ഇൻസ്ട്രുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്നത് അവരെ എൻഡോസർ എന്നും ആരാണോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അവരെ എൻഡോസി എന്നുമാണ് പറയുന്നത്. ഒരു വാലിഡ് ആയിട്ടുള്ള എൻഡോഴ്സ്മെൻറ്റിൽ നിർബന്ധമായിട്ട് എൻഡോസറുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, കറക്റ്റ് സ്പെല്ലിംഗ്. എൻഡോസറുടെ പേര് കറക്റ്റായിട്ടായിരിക്കണം അതിൽ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ മെയ്ഡ് ഇൻ ഇങ്ക്. ആൻ എൻഡോഴ്സ്മെൻറ്റ് ഷുഡ് പ്രിഫറബിളി ബി മെയ്ഡ് ഇൻ ഇങ്ക്. നോർമലി പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫോമിലാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഓൺ ദി ബാക്ക് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്തിട്ടായിരിക്കും. ലോഫുൾ ആയിട്ടുള്ള ഒരു ഹോൾഡർ ആയിരിക്കും എൻഡോസ് ചെയ്യുന്നത്. വുമൺ. വുമണിൻ്റെ കേസിൽ അൺമാരീഡ് ആയിട്ടുള്ള വുമൺ ആണെങ്കിൽ അവരുടെ പേരും, മാരീഡ് ആയിട്ടുള്ള വുമൺ ആണെങ്കിൽ പേരിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പേരും മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ കേസിൽ സൈനിന് പകരം ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് അവിടെ കാണിക്കേണ്ടത്. ഇൻ ദി പ്രസൻസ് ഓഫ് വിറ്റ്നസ്. ഒരു സാക്ഷിയുടെ പ്രസൻസിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ കാണിക്കേണ്ടത്. ദെൻ ഫേംസ്. ഫേമിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ പേരിലോ എൻഡോസ് ചെയ്യാവുന്നതാണ്. കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ എൻഡോസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇൻ ദി കേസ് ഓഫ് ട്രസ്റ്റ്, എല്ലാ ട്രസ്റ്റീസിൻ്റെ സൈനും എൻഡോസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ്. ദെൻ കൈൻഡ്സ് ഓഫ് എൻഡോസ്മെൻറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഡോസ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് ഓർ ജനറൽ എൻഡോസ്മെൻറ്റ്. ആൻ ഇൻസ്ട്രുമെൻറ്റ് വിത്തൗട്ട് മെൻഷനിങ് ദി നെയിം ഓഫ് എൻഡോസി. എൻഡോസിയുടെ പേര് ഇൻസ്ട്രുമെൻറ്റ്സിൽ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. എൻഡോസി എന്ന് പറയുന്നത് ആരാണോ ഈ ഇൻസ്ട്രുമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് തേർഡ് പാർട്ടിയെ പറയുന്ന പേരാണ് എൻഡോസി. അവരുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ അതാണ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ്. ദെൻ ഫുൾ എൻഡോസ്മെൻറ്റ് ഓർ സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ്. ബ്ലാങ്ക് എൻഡോസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫുൾ എൻഡോസ്മെൻറ്റ്. എൻഡോസിയുടെ പേര് ഇൻസ്ട്രുമെൻറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഫുൾ എൻഡോസ്മെൻറ്റ്. ദെൻ റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്നുള്ള പേഴ്സൺ ബി എന്നുള്ള പേഴ്സണിന് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് എൻഡോസ് ചെയ്തു. ബി എന്നുള്ള പേഴ്സണിൽ നിന്ന് ഈ ഇൻസ്ട്രുമെൻറ്റ് മറ്റൊരാളിലേക്ക് എത്തുന്നത് എക്ക് താല്പര്യമില്ല എങ്കിൽ എക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. എൻഡോസിയുടെ പേര്, അതായത് ബിയുടെ പേരിൻ്റെ കൂടെ ഓൺലി എന്നുള്ള വേർഡ്സ് അവിടെ ചേർക്കേണ്ടതുണ്ട്. അത്തരം എൻഡോസ്മെൻ്റ് ആണ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്. ഫോർത്ത് വൺ, കണ്ടീഷണൽ എൻഡോസ്മെൻറ്റ് ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷനോട് കൂടിയിട്ടുള്ള എൻഡോസ്മെൻറ്റിനെയാണ് നമ്മൾ കണ്ടീഷണൽ എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ സാൻ റീകോസ് എൻഡോസ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ എൻഡോസ്മെൻറ്റ് വിച്ച് ലിമിറ്റ് ദി ലയബിലിറ്റി ഓഫ് എൻഡോസർ. എൻഡോസറുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുന്ന എൻഡോസ്മെൻ്റ് ആണ് സാൻ റീകോസ് എൻഡോസ്മെൻറ്റ്. ഫോർത്ത് വൺ, കണ്ടീഷണൽ എൻഡോസ്മെൻറ്റ് ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷൻ്റെ ബേസിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എൻഡോസ്മെൻ്റ് ആണ് കണ്ടീഷണൽ എൻഡോസ്മെൻറ്റ്. ദെൻ സാൻ റീകോസ് എൻഡോസ്മെൻറ്റ്. എൻഡോസറുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുന്ന എൻഡോസ്മെൻ്റ് ആണ് സാൻ റീകോസ് എൻഡോസ്മെൻറ്റ്. ദെൻ പാർഷ്യൽ എൻഡോസ്മെൻറ്റ്. ആൻഡ് ദിസ് ഓൺലി പാർട്ട് ഓഫ് ദി എമൗണ്ട് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻഡോസ്ഡ്. ഇൻസ്ട്രുമെൻറ്റിൽ പറയപ്പെടുന്ന എമൗണ്ടിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എൻഡോസ് ചെയ്യുന്നതെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അതിനാണ് പാർഷ്യൽ എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻസ്ട്രുമെൻറ്റിൽ പറയപ്പെടുന്നത് 1 lakh ആണ്, ചെക്കിൽ പറയപ്പെടുന്നത് 1 lakh ആണ്. പക്ഷെ നമ്മളൊരു 40,000 മാത്രമാണ് എൻഡോസ് ചെയ്യുന്നതെങ്കിൽ അത്തരം എൻഡോസ്മെൻ്റ് ആണ് പാർഷ്യൽ എൻഡോസ്മെൻറ്റ്. ഇത്തരം എൻഡോസ്മെൻറ്റ് ഒരിക്കലും വാലിഡ് അല്ല. ദെൻ പെർ പ്രോ എൻഡോസ്മെൻറ്റ്. എൻഡോസ്മെൻറ്റ് ഈസ് ഡൺ ബൈ ആൻ ഓതറൈസ്ഡ് പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് അനദർ. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ
മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ചെയ്യുന്ന എൻഡോഴ്സ്മെൻറ്റിനെയാണ് നമ്മൾ പെർ പ്രോ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു ഫേമിന് വേണ്ടിയിട്ട് ആ ഫേമിലുള്ള ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജൻറ്റ് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർ പ്രോ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോസിംഗ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ക്രോസിംഗ് ക്യാൻ ബി ഡൺ ഓൺ ചെക്ക് ഓൺലി. ചെക്കിൽ മാത്രമാണ് നമ്മൾ ക്രോസിംഗ് ചെയ്യുന്നത്. ചെക്കിൻ്റെ ഫ്രണ്ടിൽ 2 ലൈൻ വരച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ ക്രോസ് ചെയ്യുന്നത്. മറ്റൊരു ഇൻസ്ട്രുമെൻറ്റും നമ്മൾ ക്രോസ് ചെയ്യുന്നില്ല. എൻഡോഴ്സ്മെൻറ്റ് ക്യാൻ ബി ഡൺ ഓൺ എനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റും നമുക്ക് എൻഡോഴ്സ് ചെയ്യാം. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്തുകൊണ്ട് ഏത് ഇൻസ്ട്രുമെൻറ്റ് വേണമെങ്കിലും നമുക്ക് മറ്റൊരു പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സെക്കൻഡ് വൺ, ക്രോസിംഗ് ഈസ് ഡൺ ഓൺ ദി ഫേസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ക്രോസിംഗ് സാധാരണ ചെയ്യുന്നത് ചെക്കിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അല്ലെങ്കിൽ ചെക്കിൻ്റെ ഫേസിലായിട്ടാണ് ചെയ്യുന്നത്. എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. തേർഡ്, it is a direction to the banker to pay the amount only through an account of the pay. പേയുടെ അക്കൗണ്ടിലേക്ക് മാത്രം എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ബാങ്കർക്കുള്ള ഡയറക്ഷനാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ടു ട്രാൻസ്ഫർ ഓൾ റൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ടു അനദർ പേഴ്സൺ. ആ ഇൻസ്ട്രുമെൻ്റായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റൈറ്റ്സും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. കനോട്ട് ബി ഡൺ ഓൺ എ സെപ്പറേറ്റ് പേപ്പർ അറ്റാച്ച്ഡ് ടു ദി ചെക്ക്. ചെക്കുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ട മറ്റൊരു സെപ്പറേറ്റ് പേപ്പറിൽ ഒരിക്കലും നമുക്ക് ക്രോസിങ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ എൻഡോഴ്സ്മെൻറ്റ് നമുക്കങ്ങനെ ഇൻസ്ട്രുമെൻ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് പേപ്പറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ റെഗുലാരിറ്റി ഓഫ് എൻഡോഴ്സ്മെൻറ്റ്. നേരത്തെ നമ്മൾ വാലിഡിറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓർഡിനറി സിഗ്നേച്ചർ ഓഫ് എൻഡോസി. എൻഡോസിയുടെ സിഗ്നേച്ചർ എൻഡോഴ്സ്മെൻറ്റിന് അത്യാവശ്യമാണ്. കറക്റ്റ് സ്പെല്ലിംഗ് ആയിരിക്കണം. വുമണിൻ്റെ കേസിൽ അൺമാരീഡ് ആണെങ്കിൽ അവരുടെ പേരും, മാരീഡ് ആണെങ്കിൽ പേരിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പേരും നിർബന്ധമാണ്. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ആണെങ്കിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് ബാക്ക് സൈഡിൽ കാണിക്കേണ്ടത്. ഫേമിൻ്റെ കേസിൽ ഫേമിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ പേരിലോ നമുക്ക് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. കമ്പനീസിൻ്റെ കേസിലും കമ്പനിയുടെ പേരിൽ ചെയ്യാവുന്നതാണ്. പബ്ലിക് അതോറിറ്റീസ്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, ലോക്കൽ ബോഡീസ്, ഇതിൻ്റെയൊക്കെ കേസിൽ ഒരു കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ജോയിൻറ്റ് പേ. ഒന്നിലധികം പേ ഉള്ള കേസിൽ എല്ലാ പേഴ്സിൻ്റെയും സൈന് ഈ എൻഡോഴ്സ്മെൻറ്റിന് അത്യാവശ്യമാണ്. ദെൻ ട്രസ്റ്റീസ്. ട്രസ്റ്റിൻ്റെ കേസിൽ എല്ലാ ട്രസ്റ്റിന് സൈനും നിർബന്ധമായിട്ട് അവിടെ കാണിക്കേണ്ടതുണ്ട്. ദെൻ ഡിസീസ്ഡ് പേഴ്സൺസ്. ഡിസീസ്ഡ് പേഴ്സണിൻ്റെ കേസിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് എൻഡോഴ്സ് ചെയ്യാവുന്നതാണ്. ദെൻ ലയബിലിറ്റി ഓഫ് എൻഡോസർ. എൻഡോസറുടെ ലയബിലിറ്റി. ഫസ്റ്റ് വൺ, ലയബിൾ ടു ആക്സെപ്റ്റ് ആൻഡ് make payment on due presentation. Then on dishonor of bill, the endorser is liable to compensate the holder if proper notice of dishonor is given.